ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് കൂടെ നോക്കാം കേട്ടോ. അതായത് ശിവാനിക്ക് ഇളനീരിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തിട്ട് ശിവാനിനെ ചെക്കപ്പ് ചെയ്യിക്കുന്നുണ്ടല്ലോ നിധി അറിയുന്ന ഡോക്ടറെ കൊണ്ട്. ആ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ശിവാനി ഇത് മനസ്സിലാക്കിയിട്ട് CCTV ഫുട്ടേജൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നിധിക്കെതിരെ തെളിവായിട്ട് കേട്ടോ. ഇളനീര് കടക്കാരനെ കാണിക്കേണ്ടതെന്നിട്ട് ആ വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഈ CCTV ഫുട്ടേജ് കിട്ടിയതിന് ശേഷമുള്ള കാര്യം നമുക്ക് നോക്കാം. നേരെ നമ്മുടെ ഇളനീര് കടക്കാരൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അയാളെ പിടിച്ച് വരട്ടുന്നുണ്ട്, നിങ്ങളെൻ്റെ ഗർഭം കളയാൻ നോക്കി, അതുകൊണ്ട് ഞാൻ നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ആദ്യം കുറേ നേരം പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളും ഭാര്യയൊക്കെ പിന്നെ അവർക്ക് പേടിയെ തുടങ്ങി. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ കുട്ടി ഒരു വീഡിയോ പിടിച്ച് വെച്ചിട്ട് നമ്മുടെ ശിവാനിക്ക് കാണിച്ചു കൊടുക്കണത്. ശിവാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ആ ചേച്ചി സംസാരിക്കണ വീഡിയോ, ഇവർ രണ്ടുപേരും സംസാരിക്കണത് ഞാൻ വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ തന്നു കഴിഞ്ഞാൽ ആൻറ്റി എൻ്റെ അച്ഛനമ്മേനെ വിടുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി ദേഷ്യത്തിൽ പറയുന്നുണ്ട്, വീഡിയോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശിവാനി നോക്കുമ്പോൾ എല്ലാം വ്യക്തമായി പറയണ വീഡിയോ ആയി ശബ്ദമടക്കം ഉണ്ട് കേട്ടോ, നിധിയും കൂടി സംസാരിക്കണത്. അപ്പോൾ ശിവാനിക്ക് സന്തോഷമായി. അപ്പോൾ ശിവാനി അത് തട്ടിപ്പറിച്ച് മേടിച്ചു കേട്ടോ ഫോണ്. അപ്പോൾ കുട്ടി പിന്നെ ചോദിക്കുമ്പോൾ കൊടുക്കണമില്ല. അങ്ങനെ ഫോൺ കിട്ടിയപ്പോൾ കുട്ടിയുടെ മട്ട് മാറി. അപ്പോൾ ഇളനീര് കടക്കാരൻ പെട്ടു. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് ആൾ ഫോണും തട്ടിപ്പറിച്ചു. ആളുടെ ഫോൺ കുട്ടിയുടെ കയ്യിലായിരുന്നല്ലോ. കുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ശിവാനി മേടിച്ച് പിടിച്ച് നിൽക്കുമായിരുന്നു അത്. എന്നിട്ട് മൂന്നാളെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും, രണ്ടാളെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് തട്ടിപ്പറിച്ചിട്ട് ഇളനീര് കടക്കാരൻ ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി പിന്നാലെ ഓടുന്നുണ്ട്, കുറേ നേരം പിന്നാലെ ഓടി, പക്ഷേ ആളെ കിട്ടിയില്ല. അപ്പോൾ ആൾ കിതച്ച് നിന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ഗർഭിണി തന്നെയാണോ, ഒരു ഗർഭിണി ഇങ്ങനെയൊക്കെ ഓടുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഓടണത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അമല് വന്ന് കയറിയിട്ടുണ്ട്. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. അങ്ങനെ ശിവാനി നേരെ വന്നിട്ട് നമ്മുടെ CKCയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ CKCയുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ ശിവാനി ഗർഭിണിയാണെന്നാണല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, അവളെന്നെ ജയിലിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറയുന്നിട്ടാണ്. അപ്പോൾ CKC പറയാൻ തെളിവ് വേണ്ടേ. അപ്പോൾ അതിന് എൻ്റെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ CCTV ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൽ പക്ഷേ സംസാരം ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംസാരിക്കുന്നതിനൊരു വീഡിയോ ഉണ്ട്, അത് നമ്മുടെ അയാളുടെ കുട്ടിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അയാളത് മേടിച്ചിട്ട് ഓടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ കുഴപ്പമില്ല, അതുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു കൊല്ലം അല്ലെങ്കിൽ 6 മാസമെങ്കിലും നിധിനെ പിടിച്ച് ജയിലിലിടാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ അപ്പോൾ ധൈര്യമായിട്ട് കേസ് കൊടുത്തോളാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ വസുന്ധരയുടെ അടുത്ത് ചെന്ന് പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ ശിവാനി നേരെ വന്നിട്ട് വസുന്ധരയുടെ അടുത്ത് വന്ന് നിൽക്കണം. അപ്പോൾ വസുന്ധരയാണെങ്കിൽ നമ്മുടെ ഗൗതം വന്ന് ദേഷ്യപ്പെട്ടിട്ട് പോയ ആ ഒരു ഇതിലാണ് കേട്ടോ. ഭയങ്കര വിഷമിച്ച് ദേഷ്യമൊക്കെ വന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ശിവാനി കുറച്ചും കൂടി അതിനെ ഇരികേറ്റി കൊടുത്തിട്ടുണ്ട്. എന്നാലും ഗൗതം ചെയ്തത് ശരിയായില്ല. 2 കോടി രൂപ എത്ര പെട്ടെന്ന് ആൻറ്റി കൊടുത്തതാ, എന്നിട്ട് അവർ നന്ദി പോലും കാണിക്കാതെ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ വന്നുണ്ടാക്കി പോയത് ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസുന്ധര കുറ്റം പറയുന്നത് നിധീനെ തന്നെയാണ്. ആ നിധിയാണ് എന്നെ ചതിച്ചത്. ആദ്യം അവൾ എനിക്കെതിരെ സംസാരിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എനിക്കെതിരെ എൻ്റെ നേരെ ചതി പ്രയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ അവൾ എൻ്റെ മോനെ എന്നേക്കായിട്ട് എന്നെ നിന്ന് അകറ്റും. അതിന് മുമ്പ് അവൾക്ക് എന്തെങ്കിലും പണി കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വസു. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, അതിന് നല്ലൊരു ഐഡിയ ഉണ്ട് ആൻറ്റി എൻ്റെ അടുത്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു തെളിവുണ്ട്. അപ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ ഈ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് മയക്കമരുന്ന് തന്നില്ലേ, എന്നിട്ട് എന്നെ ടെസ്റ്റ് ചെയ്യിക്കാൻ നോക്കിയില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് അവളെന്നെ നമുക്ക് ജയിലിടാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വസു പറയേണ്ട, അതിൽ വർത്തമാനമൊന്നും ഇല്ലല്ലോ, വെറും ഇത് മാത്രമല്ലേ ഉള്ളൂ, ദൃശ്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതല്ല ആൻറ്റി, ഇനിയൊരു വീഡിയോയും കൂടി ഉണ്ട്, അത് ഇളനീര് കടക്കാരൻ്റെ കയ്യിലാണ്, ആളതും കൊണ്ട് ഓടി എന്ന് പറഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് തന്നെ സാധിക്കില്ല, അയാളെ പിടിച്ചിട്ടൊന്ന് വരട്ടുകയാണെങ്കിൽ നമുക്ക് ആ തെളിവ് കിട്ടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസുവിന് സന്തോഷമായി. അപ്പോൾ വസു പറഞ്ഞു, ശരി നമുക്കൊന്ന് ആദ്യം പോയിട്ട് കേസ് കൊടുക്കാം, പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. എന്നിട്ട് 2 പേരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ അവിടെ ഒരു വൻഡേസയാണ്. ആളാണെങ്കിൽ ഭയങ്കര ആരോ പിടിച്ചിടിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് പോയിക്കിട്ട് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വസു ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ വീട്ടിലെ മൂത്ത മരുമകളാണ് നിധി, അർഹതയില്ലാണ്ട് വന്ന് കയറിയതാണ്. എന്നിട്ടിപ്പോൾ വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അത് ഇവിടെ ഗർഭിണിയാണ്. ഇവൾക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട്
പ്രഗ്നൻസി കളയാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസ് ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അതിന് തെളിവൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവാനി അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിലെ CCTV ഫുട്ടേജ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, അല്ല ഇളനീര് കടക്കാരൻ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്തു എന്ന് വെച്ചാൽ പിന്നെ അയാൾ തന്നെ ഇതിൻ്റെ വീഡിയോ എടുത്തു വെച്ചിരിക്കണേ. നിങ്ങൾ ഈ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ പിടിച്ച് ജയിലിലിടാനതാണല്ലേ. അതൊന്നും നടക്കില്ല. ആ മോഹം വേണ്ട. വെറും ഈ ഫുട്ടേജ് വെച്ചിട്ട് വേണമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ ഒന്ന് കസ്റ്റഡിയിൽ നിന്ന് ചോദ്യം ചെയ്യാം, അത്ര മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി വസുവിനോട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് പൈസയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവർ ഇത്തിരി കൈക്കൂലി മേടിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ വസു ഇങ്ങനെ പറയുന്നുണ്ട്, മേഡം അത് അവളെൻ്റെ ആജന്മ ശത്രുവാണ്. അവളെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേഡം വിചാരിക്കാത്തൊരു തുക മേഡത്തിൻ്റെ കയ്യിലെത്തും. മേഡം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇത് കേട്ടത് എസ്ഐക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അന്നത് വന്ന വശം പറയണ്ടായിരുന്നോ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഭൂരിഭാഗം നല്ല പേരാ, എന്നാൽ എന്നെ പോലെ 2-4 പേരൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് പൈസ തന്നെയാണ് മുഖ്യം. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. ആ ഇളനീര് കടക്കാരനെ പിടിച്ചിട്ട് 2 ഇടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ തത്ത പറയണ പോലെ എല്ലാം പറയും. തൽക്കാലം ഒരു കംപ്ലയിൻറ്റ് എഴുതി തന്നിട്ട് പൊക്കോ, ബാക്കി നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയേണ്ടത് കണ്ടിട്ട് ഇത് വെറും കംപ്ലയിൻ്റ് അല്ല, ഇതോടുകൂടി നീതിയുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശിവാനി പറയുന്നുണ്ട്, അവളെ എത്രയും പെട്ടെന്ന് പിടിച്ച് ജയിലിലിടണം മേഡം, അത് കൺകുളിർക്ക് എനിക്ക് കാണണം എന്നും പറഞ്ഞ് ത്രില്ലടിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശിവാനി. 2 പേരും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്ന കാര്യം നമ്മുടെ പാറു അറിഞ്ഞിട്ടുമില്ല കേട്ടോ. CKCയോട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ CKC ചോദിക്കുന്നുണ്ട് ശിവാനിൻ്റെ അടുത്ത്, അല്ല അവളിപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താ കുഴപ്പം, നീ പ്രഗ്നൻ്റ് ആണെന്ന് തെളിയും, അത്രയല്ലേ ഉള്ളൂ, ഒന്നുകൂടി തെളിയാൻ അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി പെട്ടെന്ന് കുടുങ്ങിപ്പോയി. എന്നിട്ട് ശിവാനി പറയുന്നുണ്ട്, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്നെ എങ്ങാനും ആ പേരും പറഞ്ഞ് കൊണ്ടുപോയിട്ട് എൻ്റെ പ്രഗ്നൻസി എങ്ങാനും കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടുള്ള പേടിയാണെന്നാണ് കേട്ടോ നമ്മുടെ ശിവാനി അവിടെ പറഞ്ഞിരിക്കണേ. എന്തായാലും പോലീസ് ഇനി തെളിവ് ശേഖരിക്കാനായിട്ട് നമ്മുടെ അമ്പലത്തിലേക്ക് പോണ സീനൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.